ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓൾറെഡി 65 ക്വസ്റ്റ്യൻസോളം എന്ത് ചെയ്തു, കഴിഞ്ഞൊരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തു. ബാക്കി 35 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. When photons of wavelength lambda 1 are incident on an isolated sphere, the corresponding stopping potential is found to be V. When photons of wavelength lambda 2 are used, the corresponding stopping potential was thrice of the above value. If light of wavelength lambda 3 is used, then find the stopping potential for this case. അപ്പൊ എന്തു പറഞ്ഞിട്ടുള്ളത്, ആദ്യം എന്താ ലാംഡ 1 ഉപയോഗിച്ചപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വി ആയിരുന്നു. അത് കഴിഞ്ഞ് ലാംഡ 2 യൂസ് ചെയ്തപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ത്രൈസ് ആയി, അതായത് വി ആയിരുന്നത് എത്രയായി, 3V ആയി. എങ്കിൽ ലാംഡ 3 യൂസ് ചെയ്യുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അത് ലാംഡ 1, ലാംഡ 2, ലാംഡ 3യുടെ ടേംസ് കണ്ടുപിടിക്കണം. നമ്മുടെ ഒരു പ്രീവിയസ് JEE മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ അല്ലേ. അപ്പൊ ഇതെങ്ങനെ ചെയ്യണം, നമുക്കറിയാം. നമ്മുടെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം, ഈ V0 സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 ആണെങ്കിൽ ഈ V0 = hc ലാംഡ മൈനസ് hc ലാംഡ 0 എന്ന് എഴുതാമല്ലോ. എഴുതാം. ഫസ്റ്റ് കേസ് നമുക്ക് എങ്ങനെ എഴുതാം, ഈ V = hc കാരണം അവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V ആണ്, മൈനസ് hc ലാംഡ 0 എന്ന് എഴുതാം. ഇവിടെ ലാംഡ 1 ആണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് കേസിൽ ഇങ്ങനെ എഴുതാം. സെക്കൻഡ് കേസ് ആകുമ്പോൾ എങ്ങനെ വരും, അവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ത്രൈസ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ E × 3V എന്ന് വരും. അപ്പൊ 3EV = hc ലാംഡ 2 മൈനസ് hc ലാംഡ 0 എന്ന് വരും അല്ലെ. ഇത് നമ്മുടെ എന്താണ്, സെക്കൻഡ് ഇക്വേഷൻ ആണ്. ഇനി തേർഡ് ഇക്വേഷനിലെ പൊട്ടൻഷ്യലാണ് നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് കാണേണ്ടത്. അപ്പൊ ഈ V' എന്ന് കൊടുക്കുക. ഈ V' ആണ് കാണേണ്ടത്. ഈ V' = hc ലാംഡ 3 മൈനസ് hc എന്തെന്ന് വരും, ലാംഡ 0 എന്ന് വരും. ഇതെന്താണ്, നമ്മുടെ തേർഡ് ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലേ. അപ്പൊ 1, 2, 3 ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതി. ഓക്കെ അല്ലേ. ഇനി ഫസ്റ്റും സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, hc ലാംഡ 0ക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാം 1ഉം 2ൽ നിന്നും. ഓക്കെ അല്ലേ. അപ്പൊ ഫ്രം 1 and 2 ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ഫ്രം 1 and 2 നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് hc ലാംഡ 0ക്ക് എന്ത് കണ്ടുപിടിക്കാം, ഒരു വാല്യൂ കണ്ടുപിടിക്കാം. ആ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ V എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്ത് കളയണം. അതിന് ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യും, 3 കൊണ്ട് മൾട്ടിപ്ലൈ. ആ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 3EV = 3hc ലാംഡ 1 മൈനസ് എന്തെന്ന് എഴുതാം, 3hc ലാംഡ 0 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. അപ്പൊ 3EV ആയി. ഇത് എന്റെ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഏതൊക്കെ എടുക്കാം, 4ഉം 2ഉം എടുക്കാം. 4ഉം 2ഉം എടുക്കാം. 4ഉം 2ഉം എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4ഉം 2ലും LHS എന്താ, 2 സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യാം, RHS തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ എഴുതാം, 3hc ലാംഡ 1 മൈനസ് 3hc ലാംഡ 0 = hc ലാംഡ 2 മൈനസ് hc ലാംഡ 0 എന്ന് വരും. ഓക്കെ അല്ലേ. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, hc ലാംഡ 0ക്കുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കണ്ട. അപ്പം എന്ത് ചെയ്യാം, hc ലാംഡ 0 ഇങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ 3hc ലാംഡ 0 അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോ 3hc ലാംഡ 1 മൈനസ് hc ലാംഡ 2 = മൈനസ് hc ലാംഡ 0 പ്ലസ് 3hc ലാംഡ 0 എന്ന് വരും. ഇവിടെ നിന്ന് ഇത് മൈനസ് hc ലാംഡ 0യും 3hc ലാംഡ 0യും കൂടെ എത്ര വരും, 2hc ലാംഡ 0 = 3hc ലാംഡ 1 മൈനസ് hc ലാംഡ 2 എന്ന് വരും. ഓക്കെ അല്ലേ. ഇവിടെ നിന്ന് hc ലാംഡ 0 എങ്ങനെ വരും, hc ലാംഡ 0 = ഒരു 2 കൊണ്ട് ഇവിടെ രണ്ടെടുത്ത് ഈ 2 എന്ത് ചെയ്യും, 1 ഇവിടെ രണ്ടും ഡിവൈഡ് ചെയ്യും. അപ്പോ 3hc / 2 ലാംഡ 1 മൈനസ് hc / 2 ലാംഡ 2 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് hc ലാംഡ 0ക്ക് എന്ത് കിട്ടി, ഒരു വാല്യൂ കിട്ടി. ഓക്കെ ആണോ. ഓക്കെ. ഇനി എന്ത് ചെയ്യാം, ഈ hc ലാംഡ 0യുടെ വാല്യൂ ഇക്വേഷൻ 3 കൊണ്ട് കൊടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഈ 5 എവിടെ കൊണ്ട് കൊടുക്കാം, പുട്ട് 5 ഇൻ ഏതാ, ഇക്വേഷൻ 3. ഇക്വേഷൻ 3ൽ hc ലാംഡയ്ക്ക് പകരം ഇത് കൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരും, ഈ V' = hc ലാംഡ 3 മൈനസ് എന്തെന്ന്, hc ലാംഡ 0ക്ക് പകരം 3hc / 2 ലാംഡ 1 മൈനസ് hc / 2 ലാംഡ 2 എന്ന് വരും. ഓക്കെ അല്ലേ. ദാറ്റ് ഈസ് ഈ V' = hc / ലാംഡ 3 മൈനസ്
3hc/2 λ1 പ്ലസ് hc/2 λ2 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം നമുക്ക്? ഈ വി ഡാഷ് ഈസ് ഈക്വൽ ടു വി ഡാഷിലേക്ക് കണ്ടുപിടിക്കുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്താം? ഇവിടെ നിന്ന് ഒരു എച്ച് സി കോമൺ എടുക്കാം. എച്ച് സി ഇവിടെ തീ ഇനി താഴെ ഇടും. അപ്പൊ hc/e ഇൻറ്റു എന്തെന്ന് വരും? 1/λ3 മൈനസ് 3/2 λ1 പ്ലസ് 1 എന്തെന്ന് കിട്ടും? 2 λ2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? എന്ത് കിട്ടും? hc/e ഇൻറ്റു 1/λ3 മൈനസ് 3/2 λ1 പ്ലസ് 1/2 λ2 എന്ന് കിട്ടി. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോടാ? ഉണ്ട്. നമ്മുടെ ഈ ഡി ഓപ്ഷൻ അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? hc/e ഇൻറ്റു 1/λ3 പ്ലസ് 1/2 λ2 മൈനസ് 3/2 λ1. ഓക്കെ അല്ലേ? ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? Next question number 2. An electron mass m with an initial velocity v is equal to v0i is in an electric field E is equal to E0j. If lambda 0 is equal to h by m v0, its de Broglie wavelength at a time t is given by. അതായത് ടൈം ടിയിലുള്ള de Broglie wavelength എത്രയാണ് ക്വസ്റ്റ്യൻ. ഇനിഷ്യൽ de Broglie wavelength തന്നിട്ടുണ്ട്. എത്രയും മക്കളെ? ലാംഡ 0 is equal to h divided by m v0 തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. ഇനി ഒരു ഇലക്ട്രോൺ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രോണിന്റെ ഫോഴ്സ് എത്രയാന്ന് വെച്ചാൽ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഇ ആണ് അല്ലേ? അപ്പൊ ഇവിടെ വരുമ്പോൾ അത് എത്രയാവൂടാ? ഇത് വെക്ടർ ഇ അല്ലേ? വെക്ടർ ഫോഴ്സ്. അപ്പൊ മൈനസ് ഇ. ഇവിടെ വരുമ്പോൾ എന്താവും? മൈനസ് ഇ. വെക്ടർ ഇ എത്ര തന്നിട്ടുണ്ട്? E0j എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ മൈനസ് E0j എന്നാവും. ഇനി ആക്സിലറേഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ എത്രയാണ്? ആക്സിലറേഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ ആക്സിലറേഷൻ ചോദിച്ചാൽ എത്ര വരും? എ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? എഫ് ഡിവൈഡഡ് ബൈ എം അല്ലേ? അപ്പൊ എത്ര വരും? മൈനസ് E0/m എന്തെന്ന് വരും? j എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇത് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? നെഗറ്റീവ് y ആക്സിസിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? കാരണം എന്താ? മൈനസ് E0j എന്നൊക്കെ വന്നപ്പോൾ മൈനസ് ഉണ്ട്, j ഉണ്ട്. അപ്പൊ ഇത് എവിടെയാണ്? അലോങ് നെഗറ്റീവ് y ആക്സിസിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എക്സ് ആക്സിസിലെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? v0i ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? vx എത്രയാണ്? v0i ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി y ആക്സിസിലെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോ ഇനിഷ്യൽ vy0 എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഇനി ഒരു ടൈം ടി അകലെ, അതായത് ടി ടൈം കഴിയുമ്പോൾ എക്സ് ആക്സിസിലെ വെലോസിറ്റി എത്രയാവും? vx ഈസ് ഈക്വൽ ടു അപ്പോഴും അത് എത്ര തന്നെ ആയിരിക്കും? v0i തന്നെ ആയിരിക്കും. ആയിരിക്കത്തില്ലേ? ആയിരിക്കും. അപ്പോൾ ഉള്ള vy എത്രയായിരിക്കും? vy എന്ന് പറയുമ്പോൾ u+at വെച്ച് കണ്ടുപിടിക്കാം. ഇനിഷ്യലി vy0 എത്രയാ? 0. അപ്പോൾ u0 ആവും. പ്ലസ് a എത്രയാ? മൈനസ് E0/m ഇൻറ്റു j ഇൻറ്റു ടി എന്ന് വരും. ഇത് എത്ര വരും? മൈനസ് E0/m ടി j എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അതായത് എങ്ങനെ കണ്ടുപിടിക്കും? v ഈസ് ഈക്വൽ ടു √vx² പ്ലസ് vy² അല്ലേ? ഈസ് ഈക്വൽ ടു √ എന്ത് വരും? v0 vx v0 ആണ്. v0² പ്ലസ് മൈനസ് E0/m ഇൻറ്റു ടി ഇത് ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ? ഇത് എത്ര കിട്ടും? എനിക്ക് v0 ഇനി പുറത്തെടുത്ത v0 എന്ന് വരും. അപ്പൊ v0 ഇൻറ്റു √1 പ്ലസ് എന്ത് വരും? E², E0² t² ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഒരു m², പിന്നെ ഇവിടുന്ന് v0² പുറത്തു പോകുമ്പോൾ ഇവിടെ എന്ത്? ഡിവൈഡ് ബൈ v0² വരും. ഇവിടെ v0² എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് കണ്ടുപിടിക്കാൻ ലാംഡ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? h ഡിവൈഡ് ബൈ എം വി ആണ് അല്ലേ? അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? h ഡിവൈഡഡ് ബൈ എം വി എന്താണ്? v0 ഇൻറ്റു √1 പ്ലസ് E² E0² t² ഡിവൈഡ് ബൈ m² v0². ഇവിടെ h/m v0 എന്താണ്? ലാംഡ 0 ആണ്. അപ്പൊ ലാംഡ 0 ഡിവൈഡ് ബൈ എന്ത് വരും? √1 പ്ലസ് എന്ത് വരും? E² E0² t² ഡിവൈഡഡ് ബൈ m² v0² എന്ന് വരും. വരത്തില്ലേ? വരും. ഇങ്ങനൊരു ഓപ്ഷൻ നമ്മുടെ ആൻസറിലുണ്ട്. ഇങ്ങനൊരു ആൻസർ നമ്മുടെ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കിയാൽ പോരെ? ഉണ്ടോ? ഉണ്ട്. ഏതാടാ? നമ്മുടെ ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ ഏതാ? സിയും ഡിയും ഒരുപോലെ ഉണ്ടല്ലേ? 1 പ്ലസ്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഇതൊന്ന് മാറ്റിയേക്ക്. ഇവിടുന്ന് ഈ വല്ലതും ആക്കുക കേട്ടോ. അല്ല, ഇവിടെ ഈ അല്ലല്ലോ, കാരണം ഇത് രണ്ടും ഒന്നല്ല. ഇത് നോക്കി, ഇവിടെ റൂട്ട് ഉണ്ടല്ലേ?
അപ്പൊ എത്ര കിട്ടി? ലാംഡ 0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് ഇ സ്ക്വയർ E0 സ്ക്വയർ ടി സ്ക്വയർ ഡിവൈഡ് ബൈ എം സ്ക്വയർ V0 സ്ക്വയർ എന്ന് കിട്ടി. ഇങ്ങനെ ആൻസർ നമ്മുടെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ഉണ്ട് അല്ലെ. ഇവിടെ എന്തല്ല, ഇവിടെ റൂട്ട് ഇല്ല. അപ്പൊ റൂട്ട് ഉള്ളത് ഏതാ? സിക്ക് മാത്രം. അപ്പൊ നമ്മുടെ ആൻസർ ഏതാന്ന് കിട്ടിയത്? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? Question number 3. A light of wavelength 600 nanometer is incident on a metal surface. When light of wavelength 400 nanometer is incident, the maximum kinetic energy of the emitted photoelectron is doubled. The work function of the metal. അതായത് 600 നാനോമീറ്റർ ഉള്ള വേവ്ലെങ്ത് ഇൻസിഡന്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഒരു മെറ്റൽ സർഫസ്. ഇനി 400 നാനോമീറ്റർ ഉള്ള വേവ്ലെങ്ത്, ഇത് ലാംഡ 1 ലാംഡ 2 എന്ത് ചെയ്തു? ഇൻസിഡന്റ് ചെയ്തു. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി എന്തായി? ഡബിൾ ആയി. അതായത് ഇവിടുത്തത് കെ ആണെങ്കിൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി എത്രയും മാറി? 2k ആയിട്ട് മാറി. എങ്കിൽ വർക്ക് ഫംഗ്ഷൻ എത്രയാണെന്ന ക്വസ്റ്റ്യൻ. നമുക്ക് ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാം കെ മാക്സ്, അതായത് മാക്സിമം കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു h nu മൈനസ് h nu 0 എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. ഇവിടുന്ന് നമുക്ക് എങ്ങനെ എഴുതാം? കെ മാക്സ് ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡ മൈനസ് h nu 0 കണ്ടുപിടിക്കുന്ന വർക്ക് ഫംഗ്ഷൻ അതിനെ 50 എന്ന് എടുക്കാം. 50 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? hc ബൈ അവിടുത്തെ ലാംഡ എത്രയാണ്? 600 ആണ്. 600 മൈനസ് 50 എന്ന് കിട്ടും. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെയാവും? 2k ഈസ് ഈക്വൽ ടു hc ബൈ 400 മൈനസ് 50 എന്ന് കിട്ടും. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? നമുക്ക് 50 കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ മാറും. അപ്പൊ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിടത്തെ LHS സെയിം. അപ്പൊ എന്ത് ചെയ്യാം? RHS തമ്മിൽ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ 2hc ബൈ 600 മൈനസ് 250 ഈസ് ഈക്വൽ ടു hc ബൈ 400 മൈനസ് 50 എന്ന് വരും. ഈ hc ബൈ 400 ഇങ്ങനെ കൊണ്ടുവന്നാൽ 2hc ബൈ 600 മൈനസ് hc ബൈ 400 ഈസ് ഈക്വൽ ടു മൈനസ് 50 പ്ലസ് 250 എന്ന് വരും. അപ്പോൾ 50 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുവാ? ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം? hc ബൈ 300 എന്ന് എഴുതാം. hc ബൈ 300 മൈനസ് hc ബൈ 400 എന്ന് എഴുതാം. ഇത് ഇവിടെ എന്തിലാണ്? നാനോമീറ്ററിലല്ലേ? നമുക്ക് 50 ഇലക്ട്രോ വോൾട്ട് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ എന്ത് ഇക്വേഷനിൽ hcക്ക് വരെ എത്ര ഇട്ട് കൊടുക്കാം? 1240 ഇട്ട് കൊടുക്കാം. അത് നമുക്ക് hc കോമൺ എടുത്ത് നോക്കാം. hc ഡിവൈഡ് ബൈ hc ഇൻറ്റു 1/300 മൈനസ് 1/400 എന്ന് കിട്ടും. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് hcക്ക് വരെ 1240 ഇട്ട് കൊടുക്കാം. 1240 ഇൻറ്റു 400 മൈനസ് 300 ഡിവൈഡഡ് ബൈ 120000 എന്ന് കൊടുക്കാം. ഇത് എത്ര കിട്ടും? 1240 ഇൻറ്റു 100 ഇൻറ്റു ഡിവൈഡഡ് ബൈ 120000. ഈ 2 സീറോയും വെട്ടിപ്പോവും. ഒരു സീറോയും വെട്ടിപ്പോവും. അപ്പൊ എത്ര കിട്ടും? 124 ഡിവൈഡ് ബൈ 120 എന്ന് കിട്ടും അല്ലേ? 124 ഡിവൈഡ് ബൈ 120. അപ്പൊ നമുക്ക് മനസ്സിലായി അറൗണ്ട് എത്ര ആയിരിക്കും? 1 പോയിന്റ് സംതിങ് ആയിരിക്കും ആൻസർ. 1 പോയിന്റ് സംതിങ് ഉള്ള ഒരു ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പൊ ആൻസർ ചെയ്ത് തരും 1.03 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ആൻസർ ചെയ്ത് കിട്ടിയത് ഓപ്ഷൻ എ 1.03 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 4. The work function for aluminum, potassium and platinum is 4.28 electron volt, 2.30 electron volt and 5.65 electron volt respectively. The respective threshold frequencies would be. അപ്പം ഓരോന്നിന്റെ അലൂമിനിയത്തിന്റെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എത്രയാ മക്കളെ? 5 അലൂമിനിയം എത്രയാ? 4.28 ഇലക്ട്രോൺ വോൾട്ട്. അതുപോലെ ആട് തന്നിട്ടുണ്ട്. പൊട്ടാസ്യത്തിന്റെ തന്നിട്ടുണ്ട്. എത്രയാണ്? 2.3 ഇലക്ട്രോൺ വോൾട്ട്. അതുപോലെ പ്ലാറ്റിനത്തിന്റെ തന്നിട്ടുണ്ട്. എത്രയാ? 5.65 ഇലക്ട്രോൺ വോൾട്ട്. നമ്മൾ തന്നിട്ട് എന്തിന്റെ റേഷ്യോ അല്ലെങ്കിൽ എന്തിന്റെ ഓർഡർ ഏതാ പറഞ്ഞ? ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ. നമുക്കറിയാം nu0 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടൂടാ? h nu0 എന്ന് പറയുന്നത് എന്താ? 50. അപ്പൊ ഇവിടുന്ന് nu0 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? 50. അപ്പൊ വർക്ക് ഫംഗ്ഷൻ ആർക്കാണോ കൂടുതൽ അയാൾക്കായിരിക്കും എന്ത്? ത്രഷോൾഡ് ഫ്രീക്വൻസിയും കൂടുതൽ. ഇവിടെ വർക്ക് ഫംഗ്ഷൻ ആർക്കാ കൂടുതൽ? പ്ലാറ്റിനത്തിൽ. അപ്പൊ nu0 ആർക്കായിരിക്കും കൂടുതൽ? പ്ലാറ്റിനത്തിൽ. പ്ലാറ്റിനം ഗ്രേറ്റർ ദാൻ പിന്നെ ആര് വരും? അലൂമിനിയം ഗ്രേറ്റർ ദാൻ പിന്നെ ആര് വരും? പൊട്ടാസ്യം എന്ന് വരും അല്ലെ? PtAlK എന്ന് വരും. അപ്പൊ ഏത് വരും ആൻസർ? പറഞ്ഞേ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 5. The number of photons per second on an average emitted by the source of monochromatic light of wavelength lambda എത്രയാണ്? 600 നാനോമീറ്റർ ആണ്.
600 നാനോമീറ്റർ. അതിനെ മീറ്ററിലാക്കുമ്പോൾ എന്ത് വരും? 600 into 10⁻⁹ മീറ്റർ എന്ന് വരും. When it delivers the power എത്രയാണ്? 3.3 into 10⁻³ വാട്ട്. വാട്ട് വിൽ ബി, അതായത് നമുക്ക് എന്തോ കാണേണ്ടത് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്, n/t വാല്യൂ ആണ് കാണേണ്ടത്. നമുക്കറിയാം n/t = എന്താടാ? നമുക്ക് ലാംഡ അല്ലേ എന്നിട്ടുള്ളത്, p ലാംഡ ഡിവൈഡഡ് ബൈ hc ആണ്. ഇവിടെ പവർ എത്രയാണ്? 3.3 into 10⁻³ ലാംഡ എത്രയാണ്? 600 into 10⁻⁹ ഡിവൈഡഡ് ബൈ hന്റെ വാല്യൂ എത്രയാ? 6.6 into 10⁻34 into c എത്രയാണ്? 3 into 10⁸. ഇവിടെ ഈ 6.6ഉം 3.3 വെട്ടി ഇവിടെ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 2 into 3 6, ആ 6 എന്ത് ചെയ്യാം? വെട്ടിക്കളെ. അപ്പൊ എത്ര കിട്ടും? 10⁻³ into 10² into 10⁻⁹ into താഴെ എന്ത് കിട്ടും? 10⁻26 കിട്ടും. അത് മുകളിൽ പോകുമ്പോൾ 10⁻26. ഇവിടെ എത്ര വരും? ഇവിടെ 10⁻⁻ഉള്ളൂ, 2ഉം കൂടെ എത്ര ആവും? 10⁻10 എന്ന് വരും. into 10⁻26 എത്ര കിട്ടും? 10⁻16 കിട്ടും. അപ്പൊ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ റേഡിയേറ്റഡ് പെർ സെക്കൻഡ് എത്രയാണ്? 10⁻16 ആണ്. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി 10⁻16 is the right answer. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 6. An electron of mass m when accelerated through a potential difference v has de Broglie wavelength lambda. ഒരു ഇലക്ട്രോണിന്റെ എന്താണ് മാസ് എത്രയാണ്? m ആണ്. അതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയിൽ എന്ത് ചെയ്യുന്നു? ആക്സലറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ലാംഡയാണ്. ഇത് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ പ്രോട്ടോൺ ഓഫ് മാസ്. ഇനി പ്രോട്ടോണിന്റെ മാസ് തന്നിട്ടുണ്ട് ക്യാപിറ്റൽ എം എന്ന്. ആക്സലറേറ്റഡ് ടു ദ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണെങ്കിൽ അവിടുത്തെ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ലാംഡ ഡാഷ് എത്രയാണ്? ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ക്ലിയർ. അപ്പൊ ഡി ബ്രോഗ്ലി വേവ്ലെങ്തും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. ലാംഡ = എന്താ മക്കളെ? h ഡിവൈഡഡ് ബൈ √2m qv അല്ലേ? അതെ. ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമുക്ക് ലാംഡ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈ 2ഉം ക്യൂവും, അതായത് ക്യൂ ഇലക്ട്രോണിലും പ്രോട്ടോണിലും ചാർജ് ക്യൂ തന്നെ. അപ്പൊ 2ഉം ക്യൂ h ഒക്കെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 1/√. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1/√. മാസ് എന്ന് പറയാമല്ലോ? പറയാം. ഫസ്റ്റ് കേസിൽ നമുക്ക് എങ്ങനെ പറയാം? ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √m എന്ന് തന്നെ പറയാം. സെക്കൻഡ് കേസ് ആകുമ്പോൾ ലാംഡ ഡാഷ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? √M വരും. അപ്പോൾ ഉള്ള മാസ്, പ്രോട്ടോണിന്റെ മാസ് ക്യാപിറ്റൽ M ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഈ രണ്ട് ഇക്വേഷൻ, ഇതിപ്പോ ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2, 1/2 എടുക്കാം. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 എടുക്കാം. അപ്പൊ എന്ത് വരും? ലാംഡ ഡിവൈഡ് ബൈ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു √M ഡിവൈഡഡ് ബൈ M എന്ന് വരും. വരത്തില്ലേ? എനിക്ക് ലാംഡ ഡാഷ കണ്ടുപിടിക്കണ്ട. അപ്പൊ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു √M ഡിവൈഡഡ് ബൈ എന്ത് വരും? ക്യാപിറ്റൽ M എന്ന് വരും. വരത്തില്ല. അപ്പൊ ആൻസർ ഏത് വരും? ഇവിടെ പറഞ്ഞ് ഏതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഏതാ? 2 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 7. A particle having a de Broglie wavelength of 1 angstrom. പാർട്ടിക്കിളിന്റെ de Broglie wavelengthന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1 angstrom എന്ന്. അതിന് നമുക്ക് മീറ്റർ പറയുമ്പോൾ എത്ര പറയാം? 10⁻⁻10 മീറ്റർ എന്ന് പറയാം. അസോസിയേറ്റഡ് വിത്ത് മൊമെന്റം ഓഫ് പി. പിയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? നമുക്ക് അറിയാം ലാംഡ = എന്താണ്? h/p ആണ്. ഇവിടുന്ന് p = എന്ത് കിട്ടും? h/λ എന്ന് കിട്ടും. കിട്ടത്തില്ലേ? hന്റെ വാല്യൂ എത്രയാണ്? 6.6 into 10⁻34 ഡിവൈഡഡ് ബൈ ലാംഡ എത്രയാണ്? 10⁻10 = 6.6 into 10⁻10 മുകളിൽ ചെയ്യുമ്പോൾ എന്താണ്? 10⁻10 ആവും. അപ്പൊ 6.6 into 10⁻24 എന്നു കിട്ടൂടാ? മൊമെന്റ് അല്ലേ? അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 6.6 into 10⁻24 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ 3 is the right answer. Next question. Question number 8. What will be the number of photons emitted per second by a 25-watt source of monochromatic light of wavelength 6000 angstrom? ഇവിടെ പവർ തന്നിട്ടുണ്ട്. എത്രയാ മക്കളെ? 25 വാട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇനി ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ്. അതിന്റെ വേവ്ലെങ്ത് ലാംഡ തന്നിട്ടുണ്ട് 6000 ആംസ്ട്രം എന്ന്. അപ്പൊ അതിനെ മീറ്ററിലാക്കുമ്പോൾ എന്ത് വരും? 6000 into 10⁻⁻10 മീറ്റർ എന്ന് കിട്ടും. കിട്ടിയില്ലേ? നമുക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ആണ്. n/t ആണ്. n/t = നമുക്കറിയാം p ഡിവൈഡഡ് ബൈ h അല്ലെങ്കിൽ p ലാംഡ ഡിവൈഡഡ് ബൈ hc അല്ലേ? അതെ. ഇവിടെ p എത്രയാണ്? 25 ഇൻറ്റു ലാംഡ എത്രയാണ്? 6000 into 10⁻10 ഡിവൈഡഡ് ബൈ
എച്ച് എത്രയാണ് 6.6 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു സി എത്രയാ 3 ഇൻറ്റു 10⁸8. ഇതിൽ എനിക്ക് 6.6നെയും 3യും കൂടെ ചേർത്ത് 20 എന്ന് എഴുതാം. അപ്പൊ 25 ഇൻറ്റു 6 ഇൻറ്റു 10⁻3 10⁻10 10⁻7 ഡിവൈഡഡ് ബൈ 20യുടെ 2 എടുക്കാം, അല്ലെങ്കിൽ 20 എന്ന് എഴുതാം. 20 ഇൻറ്റു 10⁻34 8ഉം കൂടെ 10⁻26 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കിട്ടിയ എത്ര കിട്ടും? 5ഉം 4ഉം എന്ന് കിട്ടും അല്ലെ. ഇത് രണ്ടും കൂടെ കിട്ടിയ 3 2. അപ്പൊ 15/2 എന്ന് പറയുമ്പോൾ എത്ര വരും? 7.5 എന്ന് വരും. 7.5 ഇൻറ്റു 10⁻26 എന്ത് ചെയ്യുന്നു? മുകളിൽ ചെല്ലുന്നു അല്ലെ. 10⁻6 മുകളിൽ ചെല്ലുമ്പോൾ 10⁻26 എന്നാവും. 10⁻26 7 പോയാൽ 90. അപ്പൊ എത്ര കിട്ടും ആൻസർ? 7.5 ഇൻറ്റു 10⁻90 എന്ന് കിട്ടും അല്ലെ. 7.5 ഇൻറ്റു 10⁻90 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ഇതായിരിക്കും എന്ത്? നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. അപ്പം ഇതുമായിട്ട് സാമ്യമുള്ള വാല്യൂ ഏത് ഓപ്ഷനിൽ നോക്കുമ്പോൾ 7.55 ഇൻറ്റു 10⁻19 ആണ്. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. എന്താണ് 9ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഇഫ് ഇ ആൻഡ് പി, ഇയും പിയും എന്താണ്? ആർ ദ എനർജി ആൻഡ് ദി മൊമെന്റം ഓഫ് എ ഫോട്ടോൺ. ഇയും പിയും എനർജിയും പിന്നെ എന്താണ്? മൊമെന്റവുമാണ് അല്ലെ. ഈ എനർജിയും പി മൊമെന്റവുമാണ് ഫോട്ടോന്റെ റെസ്പെക്റ്റീവ്ലി. ദെൻ ഓൺ റെഡ്യൂസിങ് ദ വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഫോട്ടോന്റെ വേവ് ലെങ്ത് കുറയ്ക്കുന്നു. എങ്കിൽ എന്തൊക്കെ നടക്കുമെന്നാ നമുക്കറിയാം. പി ഈസിക്കൽ ടു എന്താണ്? h/λ. ഇ ഈസിക്കൽ ടു എന്താണ് പറഞ്ഞ? h ന്യൂ ആണ്. അത് ലാംഡയിൽ പറഞ്ഞ hc/λ ആണ്. ഈ രണ്ട് ഇക്വേഷൻ മക്കൾ അറിഞ്ഞിരിക്കണം. പി ഈസിക്കൽ ടു എന്താണ്? h/λ ആണ്. അതുപോലെ ഇ ഈസിക്കൽ ടു എന്താണ്? നമ്മൾ മുമ്പേ പഠിക്കുന്ന ഇക്വേഷൻ ആണ്, hc/λ ആണ്. അപ്പൊ ഈ രണ്ട് കേസ് എടുത്തു നോക്കിയാലും വേവ് ലെങ്ത് റെഡ്യൂസ് ചെയ്താൽ, അതായത് ഈ ലാംബ് എന്ത് ചെയ്യുന്നു? കുറച്ചാൽ, വേവ് ലെങ്ത് റെഡ്യൂസ് ചെയ്താൽ ഈ ഇവിടുത്തെ ന്യൂമറേറ്റർ പി എന്ത് ചെയ്യും? ഇത് കൂടും. അതുപോലെ ഇവിടെ ഈ എനർജി എന്ത് ചെയ്യൂടാ? കൂടും. അപ്പൊ നമുക്ക് പറയാം ബോത്ത് പി ആൻഡ് ഇ വിൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. മൊമെന്റ് ആയാലും എനർജി ആയാലും എന്ത് ചെയ്യും? ലാംഡ കുറയ്ക്കുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ബോത്ത് പി ആൻഡ് ഇ ബോത്ത് വിൽ ഇൻക്രീസ്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 10. The photoelectric threshold frequency of a metal is new. ഒരു മെറ്റലിന്റെ threshold frequency എത്രയാണ്? ന്യൂ ആണ്. When light of frequency 4 nu is incident on the metal, 4 nu എന്താ ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നു? മെറ്റലിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഇത് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. എങ്കിൽ എമിറ്റ് ചെയ്ത ഫോട്ടോ ഇലക്ട്രോണിന്റെ മാക്സിമം കൈനറ്റിക് എനർജി എത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഐൻസ്റ്റീന്റെ ഇക്വേഷൻ വെച്ച് മാക്സിമം കൈനറ്റിക് എനർജി Kmax ഈസിക്കൽ ടു എനിക്ക് എങ്ങനെ പറയാം? h nu - 50 എന്ന് പറയാലോ. പറയാം. ഇതിനെ എനിക്ക് ഇവിടെ എങ്ങനെ എഴുതാം? h nu - h nu 0 എന്ന് എഴുതാം. ഇവിടെ h ന്യൂ എത്രയാണ്? 4 ന്യൂ ആണ്. അപ്പൊ h ഇൻറ്റു 4 ന്യൂ എന്ന് വരും. മൈനസ് h ഇൻറ്റു ന്യൂ 0 എത്രയാണ്? ന്യൂ ആണ്. അപ്പൊ ഇത് എത്ര ഇട്ടൂടാ? 4h ന്യൂ മൈനസ് h ന്യൂ എന്ന് വരും. ഈസിക്കലിട്ട് എത്ര വരും? 3h ന്യൂ എന്ന് വരും. വരത്തില്ലേ? അപ്പൊ മാക്സിമം കൈനറ്റിക് എനർജി എത്രയാണ്? 3h ന്യൂ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. എന്തോ ക്വസ്റ്റ്യൻ നമ്പർ 11ൽ പറയുന്നത്? ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 0.6 മൈക്രോമീറ്റർ from a sodium lamp falls on a photocell and causes the emission of photoelectrons for which the stopping potential is 0.5 volt. With a light of wavelength 0.4 micrometer from a sodium lamp, the stopping potential is 1.5 volt. With this data, the value of h/e is. അതായത് നമുക്ക് കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്. അത് രണ്ടിനും കൂടെ h/eയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ആദ്യം പറഞ്ഞിട്ടുള്ള എന്താ? 0.6 മൈക്രോമീറ്റർ വേവ് ലെങ്ത് λ1 തന്നിട്ടുണ്ട്. 0.6 മൈക്രോമീറ്റർ വേവ് ലെങ്ത് ഇതിന്റെ മീറ്ററിലാകുമ്പോൾ 6 ഇൻറ്റു 10⁻⁻7 മീറ്റർ. ഫ്രം എ സോഡിയം ലാമ്പ് ഫാൾസ് ഓൺ ഒരു ഫോട്ടോ സെല്ലിൽ എന്ത് ചെയ്യുന്നു? വന്ന് വീഴുന്നു. അത് എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്യുന്നു. ആരെയാ? ഫോട്ടോ ഇലക്ട്രോൺസ് എമിഷൻ നടക്കുന്നു. അവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാണ്? അവിടുത്തെ V0യുടെ വാല്യൂ 0.5 വോൾട്ട് ആണ്. വിത്ത് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത്, ഇനി അടുത്ത ലൈറ്റ് അതിന്റെ വേവ് ലെങ്ത് എത്രയാണ്? 0.4 മൈക്രോമീറ്റർ ആണ്. അപ്പൊ അവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 10⁻⁻7 മീറ്റർ എന്ന് എഴുതാമല്ലോ. എഴുതാം. അപ്പൊ നോക്ക്, അത് ചെയ്യുമ്പോൾ ഇത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് 1.5 വോൾട്ട്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0യുടെ വാല്യൂ എത്രയാണ്? 1.5 വോൾട്ട് ആണ്. വിത്ത് ദിസ് ഡേറ്റ ഇത് രണ്ടിനും കൂടെ h/e കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ തന്നെ ഇവിടെ ഉപയോഗിക്കാം. ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വെച്ചേക്കാം. മാക്സിമം കൈനറ്റിക് എനർജി അത് ഈ V0 എന്ന് എടുക്കാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ റിഗാർഡ് ചെയ്തിട്ടുള്ളതായുണ്ട്. ഈ V0 ഈസിക്കൽ ടു എന്താണ്? hc/λ - 50 ആണ് അല്ലേ? അതെ. ഇവിടെ എനിക്ക് V0 ഈസിക്കൽ ടു എങ്ങനെ എഴുതാം? h/e ഇൻറ്റു c/λ - 50/e എന്ന് എഴുതാം.
കേസ് 1 ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? അവിടുത്തെ V0 എത്ര 0.5 വോൾട്ട് ആണ്. അപ്പൊ 0.5 വോൾട്ട് ഈസിക്കൽ ടു HC/E ഇൻറ്റു 1/λ 1/λ എത്രയാണ് പറഞ്ഞേ 6 ഇൻറ്റു 10⁻⁻⁷ മൈനസ് 50/E എന്ന് എഴുതാം. സെക്കൻഡ് കേസിലാണെങ്കിലോ കേസ് 2 എടുത്താൽ എങ്ങനെ എഴുതാം? 1.5 വോൾട്ട് അവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 1.5 വോൾട്ട് ആണ്. ഈസിക്കൽ ടു HC/E ഇൻറ്റു അവിടുത്തെ ലാംഡ എത്രയാണ് 1/4 ഇൻറ്റു 10⁻⁻⁷ മൈനസ് 50/E എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് എന്ത് ചെയ്യാം? 2 - 1 എടുക്കാം. 2 - 1 എടുക്കാം. അപ്പൊ എത്ര വരും? 1.5 മൈനസ് 0.5 എത്ര കിട്ടും? 1 എന്ന് കിട്ടും. 1 ഈസിക്കൽ ടു HC/E ഇൻറ്റു എന്ത് വരും ഇവിടെ? 1/4 ഇൻറ്റു 10⁻⁻⁷ മൈനസ് ഇവിടെ ഒരു HC/E ഇൻറ്റു 1/6 ഇൻറ്റു 10⁻⁻⁷ ഉണ്ട്. ആ HC/E കോമൺ എടുക്കാം. അപ്പം 1 എന്ത് കിട്ടും? 6 ഇൻറ്റു 10⁻⁻⁷ എന്ന് കിട്ടും. ഇത് രണ്ടിടത്തും ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇത് എത്ര കിട്ടും? 1 ഈസിക്കൽ ടു H/E നമുക്ക് കണ്ടുപിടിക്കേണ്ട H/E ഇൻറ്റു 3 ഇൻറ്റു 10⁸ ഇൻറ്റു 6 ഇൻറ്റു 10⁻⁻⁷ മൈനസ് 4 ഇൻറ്റു 10⁻⁻⁷ എത്ര കിട്ടും? 2 ഇൻറ്റു 10⁻⁻⁷ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 6 ഇൻറ്റു 10⁻⁻40 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 10⁻⁻40 എന്ന് കിട്ടി. ഇനി നോക്കി, ഈ 4ഉം 2ടെ വിട്ട് ഇവിടെ 2 കിട്ടും അല്ലെ? 6ഉം ഈ 3യും കൂടെ വിട്ട് ഇവിടെ 2 കിട്ടും. അപ്പൊ എത്ര കിട്ടിയടാ? 1/E ഈസിക്കൽ ടു നമുക്ക് ഇച്ചിരി മേലോട്ടാക്കാവേ. നമുക്ക് ഇച്ചിരി മേലോട്ട്. അപ്പൊ എത്ര കിട്ടി? 1 ഈസിക്കൽ ടു H/E ഇൻറ്റു 10⁻8 10⁻7 കൂടെ -7 ഉണ്ട് 10⁻1 വരും. ഈ 10⁻4 മുകളിൽ ചെല്ലുമ്പോൾ 10⁻15 എന്ന് വരും. ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അപ്പൊ ഇവിടുന്ന് പറഞ്ഞേടാ H/E ഈസിക്കൽ ടു എന്ത് കിട്ടും? 4 ഇങ്ങ് വരുമ്പോൾ 1 ഇൻറ്റു 4 4 ഇൻറ്റു എന്ത് വരും? ഡിവൈഡഡ് ബൈ 10⁻15 വരും. അപ്പൊ അത് മുകളിൽ ചെല്ലുമ്പോൾ 10⁻−15. അപ്പൊ H/E വാല്യൂ എത്ര കിട്ടി? 4 ഇൻറ്റു 10⁻−15 യൂണിറ്റ് എന്താ? വോൾട്ട് സെക്കൻഡ്. 4 ഇൻറ്റു 10⁻−15 വോൾട്ട് സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞേ? ഓപ്ഷൻ 3 4 ഇൻറ്റു 10⁻−15 വോൾട്ട് സെക്കൻഡ് ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 12. The work function for tungsten and sodium are 4.5 electron volt and 2.3 electron volt respectively. If the threshold wavelength lambda for sodium is 5460 angstrom, the value of lambda for tungsten is. അതായത് വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്. വർക്ക് ഫംഗ്ഷൻ ഓഫ് ടങ്സ്റ്റൺ എത്രയാണ്? 4.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. വർക്ക് ഫംഗ്ഷൻ ഓഫ് സോഡിയം എത്രയാണ്? സോഡിയം എന്ന് പറയുമ്പോൾ 2.3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ത്രഷോൾഡ് വേവ് ലെങ്ത് സോഡിയത്തിന്റെ എത്രയാണ്? ലാംഡ 0 എത്രയാണ്? 5460 ആംസ്റ്റം ആണ്. എങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടങ്സ്റ്റന്റെ ത്രഷോൾഡ് വേവ് ലെങ്ത് അല്ലെ? ടങ്സ്റ്റന്റെ ത്രഷോൾഡ് വേവ് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം 50 ഈസിക്കൽ ടു എന്താണ്? HC/λ0 ആണ് അല്ലെ? അവിടുന്ന് 50 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് കിട്ടും? λ0 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് റേഷ്യോ എടുക്കുമ്പോൾ 5T ഡിവൈഡ് ബൈ 5NA ഈസിക്കൽ ടു എങ്ങനെ എഴുതാം? λNA ഡിവൈഡഡ് ബൈ λT എന്ന് എഴുതാം. ടങ്സ്റ്റൻ W കൊടുക്കും. ഇപ്പൊ നമ്മൾ T കൊടുത്തതേ ഉള്ളൂ. λT എന്ന് കൊടുക്കും. അപ്പൊ എത്ര വരും? 5T എത്രയാണ്? 4.5 ആണ്. ഡിവൈഡ് ബൈ 5NA വർക്ക് ഫംഗ്ഷൻ ഓഫ് സോഡിയം എത്രയാണ്? 2.3 ആണ് അല്ലെ? ഈസിക്കൽ ടു എന്ത് വരും? ലാംഡ ഓഫ് NA എത്രയാണ്? 5460 ആംസ്റ്റം ആണ്. ഡിവൈഡഡ് ബൈ ലാംഡ ത്രഷോൾഡ് വേവ് ലെങ്ത് ഓഫ് ടങ്സ്റ്റൺ. ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടൂടാ? ത്രഷോൾഡ് വേവ് ലെങ്ത് ഓഫ് ടങ്സ്റ്റൺ ഈസിക്കൽ ടു 5460 ഇൻറ്റു 2.3 ഡിവൈഡ് ബൈ 4.5 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കിട്ടി ഇവിടെ ഏകദേശം ഒരു 2 എന്ന് കിട്ടും അല്ലെ? 2 പോയിന്റ് സംതിങ് 2 എന്ന് എടുക്കാം. ആ 2 1.9 സംതിങ് എന്ന് കിട്ടുന്നത് അല്ലെ? അപ്പൊ 2 എന്ന് എടുക്കാം. ആ 2 ഇതും കൂടെ വെട്ടി എത്ര വരും? അറൌണ്ട് ഒരു 27 എത്ര? ഒരു 2730 അല്ലെങ്കിൽ 5460യുടെ ഇതെടുത്ത് എത്രയാണ് കിട്ടുന്നത്? 5460 ആകുമ്പോൾ 2730 തന്നെ. ഓക്കെ, 2730 എന്ന് കിട്ടും. 2730 ആംസ്റ്റം എന്ന് കിട്ടും. അപ്പൊ ഇതുമായിട്ട് സാമ്യമുള്ള ഒരു വാല്യൂ ഉണ്ടോ എന്ന് നോക്കിയാൽ ഇതുമായിട്ട് സാമ്യമുള്ള ഏത് വാല്യൂ മാത്രമേ ഉള്ളൂ? 2791 ആംസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞേടാ? ഓപ്ഷൻ 3 2791 ആംസ്റ്റം ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 30. Light of wavelength 4000 angstrom is incident on a metal surface of work function 2.5 electron volt.
ലാംഡയുടെ വാല്യൂ എത്രയാണ്? 4000 ആംസ്ട്രം ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതിനെ മീറ്ററിലാക്കുമ്പോൾ എത്ര വരും? 4000 ഇൻറ്റു 10⁻⁻10 മീറ്റർ എന്ന് വരും. ഇൻസിഡന്റ് ഓൺ എ മെറ്റൽ സർഫസ്, അവിടുത്തെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? 50യുടെ വാല്യൂ 2.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 6.6 ഇൻറ്റു 10⁻34. സിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 3 ഇൻറ്റു 10⁸. ഇനി എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. മാക്സിമം കൈനറ്റിക് എനർജിയും കണ്ടുപിടിക്കണം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഏതാ? ഈ V0 = എന്ത് കിട്ടും? H nu മൈനസ് H nu 0. ഇതാണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഈ V0 = എങ്ങനെ എഴുതാടാ? H nu മൈനസ് H nu 0 എന്ന് പറഞ്ഞാൽ 50 അല്ലേ? 50. ഇവിടെ നിന്ന് ഈ V0 = H നുവിനെ hc/λ എന്ന് എഴുതാം, മൈനസ് 50 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് ഈ V0 കൈനറ്റിക് എനർജിയാണ്. ഈ V0 = ഇവിടെ ലാംഡ ഇല്ല തന്നിട്ടുള്ള, ആംസ്റ്റത്തിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ HCക്ക് എത്ര വാല്യൂ ഇട്ട് കൊടുക്കും? 12400 കിട്ടും ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടാം. ഡിവൈഡഡ് ബൈ 4000 മൈനസ് 50യുടെ വാല്യൂ എത്രയാണ്? 2.5. ഇത് രണ്ടും ചെയ്യുമ്പോൾ എത്ര കിട്ടി? ഈ 2 0 കിട്ടി. ഇപ്പോൾ 124ഉം 4ഉം എത്ര കിട്ടാം? എനിക്ക് 31 എന്ന് കിട്ടും. അപ്പൊ 31/10 3.1 എന്ന് കിട്ടും. അപ്പൊ ഈ V0 = 3.1 മൈനസ് 2.5 വരും. അത് എത്ര കിട്ടും? 0.6 എന്ന് കിട്ടും അല്ലെ. അപ്പം കൈനറ്റിക് എനർജി എത്ര കിട്ടി? 0.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടി. അപ്പൊ ഇവിടുന്ന് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 എത്ര കിട്ടി? ഇവിടുന്ന് ഒരു പോയപ്പോ 0.6 വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ മാക്സിമം കൈനറ്റിക് എനർജി എത്ര കിട്ടിയടാ? 0.6 ഇലക്ട്രോൺ വോൾട്ട്. പൊട്ടൻഷ്യൽ എത്ര കിട്ടി? 0.6 വോൾട്ട് എന്ന് കിട്ടി. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ 1 is the right answer. Next question number 14. ഈ റേഡിയേഷൻ ഓഫ് wavelength 2500 ആംസ്ട്രം. ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാ? 2500 ആംസ്ട്രം. ഈസ് ഇൻസിഡന്റ് ഓൺ എ മെറ്റൽ പ്ലേറ്റ് വാസ് വർക്ക് ഫംഗ്ഷൻ. അവിടുത്തെ വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3.5 ഇലക്ട്രോൺ വോൾട്ട്. Then the potential required to stop the fastest photoelectrons emitted by the surface is potential. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം ഇക്വേഷൻ വെക്കാം. ഈ V0 = എന്താണ്? hc/λ മൈനസ് 50 ആണ്. ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വഴി. ഇവിടെ ആംസ്റ്റത്തിലാണ്. അപ്പൊ HCക്ക് എത്ര ഇട്ട് കൊടുക്കാം? 12400 ഇട്ട് കൊടുക്കാം. ഡിവൈഡ് ബൈ 2500 മൈനസ് 3.5 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടുന്ന് ഈ 2 0 എന്ത് ചെയ്യും? വെട്ടിപ്പോ. അപ്പൊ എത്ര കിട്ടും? 124 ഡിവൈഡ് ബൈ 25 എന്ന് കിട്ടും അല്ലെ. 124 ഡിവൈഡ് ബൈ 25 എന്ന് കിട്ടും. ഇവിടെ 125 ആണെങ്കിൽ എത്ര കിട്ടിയേനെ? 5 എന്ന് കിട്ടിയേനെ അല്ലെ. 125 ആണെങ്കിൽ എത്ര കിട്ടിയേനെ? 5 എന്ന് കിട്ടിയേനെ. അപ്പൊ നമുക്ക് 5 എന്ന് തന്നെ ഇട്ട് കൊടുക്കാം. 5 മൈനസ് 3.5 എത്ര കിട്ടൂടാ? അത് അറൗണ്ട് 1.5 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 1.5 വരുമോ? ഇത് എത്രയായിരിക്കും വരുന്നത്? ഒരു 5 വരത്തില്ല, 4 പോയിന്റ് സംതിങ് ആണ് വരേണ്ടത് അല്ലെ. അപ്പം ഇത് 4 പോയിന്റ് സംതിങ് ആയിരുന്നെങ്കിൽ 4.9 എടുത്ത് നോക്ക്. 4.9 3.5 പോയി എത്ര കിട്ടും? 1.4 ആയിട്ട്. അപ്പം 1.4നും 1.5നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും എന്ത് കിട്ടുന്നത്? നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ 3. 1.46 വോൾട്ട് is the right answer. ഓക്കെ അല്ലേ? Question number 15. Two photons of energy twice and thrice the work function of metal are incident on the metal surface. Then the ratio of maximum velocities of the photoelectrons emitted in the two cases respectively is. 2 photons ഉണ്ട്. അവരുടെ എനർജീസ് എത്രയാണ്? ഒന്നിൻ്റെത് ടോയ്സും മറ്റേതിൻ്റെത് ത്രൈസും ആണ്. അവരുടെ വർക്ക് ഫംഗ്ഷന്റെ ടോയ്സും വർക്ക് ഫംഗ്ഷന്റെ ത്രൈസും ആണ് എന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത്. എങ്കിൽ റേഷ്യോ ഓഫ് മാക്സിമം വെലോസിറ്റിയുടെ റേഷ്യോ ആണ് ചോദ്യം. അപ്പൊ നമുക്ക് എഴുതാം കൈനറ്റിക് എനർജി മാക്സ് Ke max = H nu മൈനസ് 50. ഇതാണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് കേസിൽ ഹാഫ് എം മാക്സിമം വെലോസിറ്റിയുടെ റേഷ്യോയിൽ വെച്ചിട്ടുള്ള. അപ്പൊ ഹാഫ് എം V1² = H nu എത്രയാവും? എനർജി ഫസ്റ്റിന്റെ എത്രയാണ്? ഫസ്റ്റ് 2 ഫോട്ടോണ്. അതിനകത്ത് ആദ്യത്തെ ഫോട്ടോ ടോയ്സ് ദ വർക്ക് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 250 എന്ന് വരും, മൈനസ് 50 എന്ന് വരും. ഈക്വൽ എത്ര കിട്ടും? 50 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് കേസ് ആകുമ്പോഴോ, കേസ് 2-ല് ഹാഫ് എം V2² അത് ത്രൈസ് ദ വർക്ക് ഫംഗ്ഷൻ ആണ്. എന്ത്? ഇൻസിഡന്റ് ചെയ്യുന്നതിന്റെ എനർജി. അപ്പൊ 350 മൈനസ് 50 എന്ന് വരും. എത്ര വരും? 250 എന്ന് വരും. ഓക്കെ അല്ലെ. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. ഇനി 1/2 എടുത്ത് നോക്കിയേടാ. ഹാഫ് എം V1² ഡിവൈഡഡ് ബൈ ഹാഫ് എം V2² ഈസ് ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ 250. 50 ക്യാൻസൽ ആയി എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. ഹാഫും വെട്ടിക്കാം. അപ്പൊ V1² ഡിവൈഡ് ബൈ V2² ഈക്വൽ ടു എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. ഇവിടുന്ന് V1/V2 എത്ര കിട്ടും? 1/√2 എന്ന് കിട്ടും. എത്ര കിട്ടും? 1/√2 എന്ന് കിട്ടും.
അല്ലേ? അപ്പൊ V1:V2ന്റെ വാല്യൂ എത്ര കിട്ടും? 1:√2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ഏതാണ്? റേഷ്യോ ഓഫ് ദി മാക്സിമം വെലോസിറ്റീസ് എത്ര കിട്ടും? 1:√2 എന്ന് കിട്ടും. ഓപ്ഷൻ 4 is the right answer. ഓക്കെ അല്ലേ? Next question. Question number 60. The maximum velocity of an electron emitted by light of wavelength lambda incident on the surface of a metal of work function phi is where h is equal to എന്താണ്? h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, m മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, c സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. വേവ്ലെങ്ത് ലാംഡയാണ്, വർക്ക് ഫംഗ്ഷൻ phi ആണ്. അപ്പം ഇവിടുന്ന് ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വഴി നമുക്ക് എന്ത് പറയാം? hc/λ അല്ലെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ടേംസിൽ ഏതാ അല്ലേ? ഹാഫ് m Vmax square is equal to എന്തെന്ന് എഴുതാം? hc/λ മൈനസ് 50 എന്ന് എഴുതാം. എഴുതാമല്ലോ. ഇതിപ്പോ ലാംഡായി 50 Vmax സ്ക്വയർ. അപ്പൊ Vmax സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് എന്ത് വരും പറഞ്ഞേ? 2/m ഇൻറ്റു hc/λ മൈനസ് 50 എന്ന് വരും. ഇതിന് എനിക്ക് ഇങ്ങനെ എഴുതാം? Vmax സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു hc മൈനസ് ഈ 50 ലാംഡ എന്നുള്ളതാ 50 ലാംഡ ഡിവൈഡഡ് ബൈ m ലാംഡ എന്ന് എഴുതാലോ. ഇവിടെ നിന്ന് എന്ത് കിട്ടും? എഴുതാം Vmax മാക്സിമം വെലോസിറ്റിയെ ക്വസ്റ്റ്യൻ ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു hc മൈനസ് ലാംഡ 5 എന്ന് എഴുതാം. ലാംഡ 5 50 അല്ല, 5 വർക്ക് ഫംഗ്ഷൻ, അപ്പൊ 5 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? m ലാംഡ എന്ന് എഴുതാം. ഇതിന് തന്നെ എനിക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു hc മൈനസ് 5 ലാംഡ അല്ലെങ്കിൽ ലാംഡ 5 ഡിവൈഡഡ് ബൈ m ലാംഡ ദ ഹോൾ റേസ് ടു റൂട്ടിനെ എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. എഴുതാമല്ലോ. എഴുതാം. അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞു? ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 70. എന്തോ ക്വസ്റ്റ്യൻ നമ്പർ 7 പറയുന്നത് വർക്ക് ഫംഗ്ഷൻ ഓഫ് മെറ്റൽസ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 1:2. അതായത് 5a ഈസ്റ്റ് 5b എന്ന് പറയുന്നത് എത്രയാണ്? 1:2 ആണ്. ഇവിടെ നമുക്ക് 5a/5b ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതിയാൽ 2/5a ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5b എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതിവിടെ ഇരിക്കട്ടെ. ഇനി if the light of frequencies f and 2f are incident on a metal surface, ഫ്രീക്വൻസി എഫും 2f ഉള്ള എന്ത് ചെയ്യുന്നു? രണ്ട് ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു മെറ്റൽ സർഫസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. രണ്ട് മെറ്റൽ സർഫസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന എന്താണ്? എ ആൻഡ് ബി. ദ റേഷ്യോ ഓഫ് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഈസ്. എങ്കിൽ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തതിന്റെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ അല്ലെ? മാക്സിമം കൈനറ്റിക്. അപ്പൊ k/kbയുടെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ k ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വെച്ച് k ഈസ് ഈക്വൽ ടു h ന്യൂ അല്ലേ? ഇവിടെ 5യുടെ ഫ്രീക്വൻസി f ആണ്. അപ്പൊ hf മൈനസ് എന്ത് കിട്ടാം? 5a എന്ന് കിട്ടാം. അതുപോലെ kb ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? h ഇൻറ്റു 2f മൈനസ് 5b എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്കറിയാം 5b എന്ന് പറഞ്ഞാൽ എന്താണ്? 2πa ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? kb ഈസ് ഈക്വൽ ടു 2hf മൈനസ് 2πa എന്ന് എഴുതാം. ഓക്കെ അല്ലേ? 2hf മൈനസ് 2πa എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഇനി എനിക്ക് ഇതിനെ രണ്ടിനെ എന്ത് ചെയ്യാടാ? ഡിവൈഡ് ചെയ്യാം. k/kb എടുക്കാം. k/kb എടുക്കുമ്പോൾ എന്ത് വരും പറഞ്ഞേ? hf മൈനസ് 5a ഡിവൈഡഡ് ബൈ 2hf മൈനസ് 2πa എന്ന് വന്നു. ഇവിടെ ഡിനോമിനേറ്ററിന് 2 കോമൺ എടുത്താൽ k/kb ഈസ് ഈക്വൽ ടു എന്ത് വരും? hf മൈനസ് 5a ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു hf മൈനസ് 5a എന്ന് വരും. ഈ hf മൈനസ് 5a എന്ത് ചെയ്യും? രണ്ടിടത്തും വെട്ടിക്കളയാം. അപ്പോൾ k/kb മാക്സിമം കൈനറ്റിക് എനർജിയുടെ റേഷ്യോയുടെ വാല്യൂ എത്ര വരും? 1:2 എന്ന് വരും. 1/2 എന്ന് വരും. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 80. A photometal is illuminated by lights of wavelength λ1 and λ2 respectively. The maximum kinetic energies of electrons emitted in the two cases are E1 and E2 respectively. The work function of the metal is. അതായത് ഒരു ഫോട്ടോമെറ്റൽ എന്ത് ചെയ്യുന്നു? ഇലൂമിനേറ്റ് ചെയ്യുന്നല്ലേ? വേവ്ലെങ്ത് λ1 λ2 ഉള്ള ലൈറ്റ് കൊണ്ട് ഇലൂമിനേറ്റ് ചെയ്യും. അപ്പൊ അവിടെ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയാണ്? E1 E2 ആണ്. λ1 E1 λ2 E2. എങ്കിൽ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ വർക്ക് ഫംഗ്ഷൻ എത്രയാണെന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് കേസിൽ E1 ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? hc/λ1 മൈനസ് 5 എന്ന് എഴുതാം. E2 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? സെക്കൻഡ് കേസ് hc/λ2 മൈനസ് എന്തെന്ന് എഴുതാടാ? 5 എന്ന് എഴുതാം. ഓക്കെ അല്ലേ?
ഓക്കെ. അപ്പം E1 = hc/λ1 - 5 E2 = hc/λ2 - 5 എന്ന് കിട്ടി. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനില് λ1 എന്ത് ചെയ്യാം കൊണ്ട് എന്താ 5 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, hc/λ1 hc/λ1 അല്ല hc മൈനസ് 5 λ1 5 ഡിവൈഡഡ് ബൈ λ1 എന്ന് കിട്ടും. ഇവിടെ എങ്ങനെയാവും, hc മൈനസ് λ2 5 ഡിവൈഡഡ് ബൈ λ2 എന്ന് വരും. ഫസ്റ്റ് കേസിൽ ഈ λ1 ഇപ്പുറത്ത് വന്നാൽ ആ ഇക്വേഷൻ എങ്ങനെയാവും, E1 λ1 = hc മൈനസ് λ1 5 എന്നാവും. സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെയാവും, λ2 ഇപ്പുറത്ത് വന്നാൽ E2 λ2 = hc മൈനസ് λ2 എന്ത് വരും, 5 2 ഇല്ല 5 സെയിം തന്നെയല്ലേ, അപ്പൊ λ2 5 എന്ന് വരും. ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് കിട്ടിയടാ, രണ്ട് ഇക്വേഷൻ കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി എന്ത് ചെയ്യാം, 1 - 2 എടുക്കാം. 1 - 2 എടുക്കാം. 1 - 2 എടുക്കുമ്പോൾ എന്ത് വരും, E1 λ1 മൈനസ് E2 λ2 = hc രണ്ടിടത്തും ക്യാൻസൽ ആയിപ്പോ മൈനസ് λ1 5 മൈനസ് ഓഫ് മൈനസ് വരും പ്ലസ് λ2 5 എന്ന് വരും. ഇവിടെ നിന്ന് ഇത് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പം എന്നിട്ട് 5 കോമൺ എടുക്കാം. അപ്പൊ 5 ഇൻറ്റു എന്ത് വരും, λ2 മൈനസ് എന്തെന്ന് വരും, നമുക്കില്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതാം, E1 λ1 മൈനസ് E2 λ2 = 5 കോമൺ എടുത്താൽ 5 ഇൻറ്റു λ2 മൈനസ് λ1 എന്ന് വരും. ഇവിടെ നിന്ന് 5 = എത്ര വരും, E1 λ1 മൈനസ് E2 λ2 ഡിവൈഡഡ് ബൈ λ2 മൈനസ് λ1 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോടാ? നോക്കുമ്പോൾ നമ്മുടെ ആൻസറിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, രണ്ടിടത്തുനിന്ന് ഒരു മൈനസ് എടുത്ത് കട്ട് ചെയ്ത് വെക്കും. ഇവിടെ നിന്ന് ഒരു മൈനസ് പുറത്തെടുക്കുമ്പോൾ എന്ത് വരും, E1 മൈനസ് E1 λ1 പ്ലസ് E2 λ2 ഡിവൈഡഡ് ബൈ, ഇവിടെ നിന്ന് മൈനസ് എടുക്കുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് λ2 പ്ലസ് λ1 എന്ന് വരും. ഈ മൈനസും മൈനസും ക്യാൻസൽ ആയാൽ എന്ത് കിട്ടും, E2 λ2 E2 നമുക്ക് ഇതൊന്ന് മേലോട്ടാക്കാം. ഇത്രയും കൂടെ മുകളിലോട്ടാക്കാം. ഓക്കെ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം, ഈ മൈനസ് രണ്ടിടത്തും കട്ട് ചെയ്ത് പോയിട്ട് E2 λ2 മൈനസ് E1 λ1 ഡിവൈഡഡ് ബൈ λ1 മൈനസ് λ2 എന്ന് കിട്ടും. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ, ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 4 is the right answer. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് 5 ചോദിക്കാം, അല്ലെങ്കിൽ ലാംഡ ചോദിക്കാം, എനർജിയുടെ റേഷ്യോ ചോദിക്കാം, എന്ത് രീതിയിൽ എന്ത് ചെയ്യാം, ഐൻസ്റ്റീന്റെ പോർട്ട് ഇലക്ട്രിക് ഇക്വേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വേണം. അപ്പൊ എങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യണം, ആൻസറിലോട്ട് എത്തണം. ഓക്കെ അല്ലേ? Question number 90. Ultraviolet light of wavelength 300 nanometer and intensity 1 watt per meter square falls on the surface of photoelectric material. If 1% of the incident photons produce photoelectrons, then the number of photoelectrons emitted from an area of 1 centimeter square of the surface is nearly. അപ്പോൾ എനിക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ, നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് കണ്ടുപിടിക്കണം അല്ലേ. ഒരു ഏരിയയിൽ 1 centimeter സ്ക്വയർ ഏരിയയിലുള്ള നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ കണ്ടുപിടിക്കും. അപ്പൊ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താ, I λ ഡിവൈഡ് ബൈ hc ആണ് അല്ലെ. ഇവിടെ n/t ഇൻറ്റു ഏരിയ എത്രയാണ്, 1 centimeter സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 1 centimeter സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന് മീറ്റർ സ്ക്വയർ ആക്കണം. അപ്പൊ എത്രയാണ്, 10⁻⁻⁴ എന്ന് കിട്ടും. ഈസിക്കൽ ടു I എത്രയാ, 1 ഇൻറ്റു ലാംഡ എത്രയാ, 300 ഇൻറ്റു 10⁻⁹ ഡിവൈഡഡ് ബൈ h എത്രയാ, 6.6 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു c എത്രയാ, 3 ഇൻറ്റു 10⁸. ഇനി ഇവിടെ എടുത്തെന്ന് അറിയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് 1% ഓഫ് ദി ഇൻസിഡന്റ് ഫോട്ടോൺസ്, 1% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻസിഡന്റ് ചെയ്യുന്ന പെർസെൻറ്റേജ് 100 ആണെങ്കിൽ എൻ്റെ അകത്ത് 1% മാത്രമേ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, n/t = 1/100 എടുക്കണം. 1% എന്ന് പറയുമ്പോൾ 1/100 മാത്രമേ എമിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ 1/100 ഇൻറ്റു എന്ത്, ഈ 10⁻⁻⁴ കൂടെ ഇങ്ങനെ വരും. 10⁻⁴ ഇൻറ്റു 300 ഇൻറ്റു 10⁻⁹ ഡിവൈഡഡ് ബൈ 6.6 ഇൻറ്റു 10⁻�34 ഇൻറ്റു 3 ഇൻറ്റു 10⁸. ഓക്കെ അല്ലേ? ഈ രണ്ട് സീറോയും വെട്ടിപ്പോ, ഈ 3യും 3യും എന്ത് ചെയ്യടാ, വെട്ടിപ്പോ. അപ്പൊ 1 ഡിവൈഡ് ബൈ 6.6 ഇൻറ്റു 10⁻⁴ -9 എത്ര കിട്ടും, -30 ഇൻറ്റു 10⁻�34 മുകളിൽ ചെല്ലുമ്പോൾ 10⁻34 ഇൻറ്റു 10⁻⁻8. അപ്പൊ എത്ര കിട്ടാം, 1 ഡിവൈഡ് ബൈ 6.6 ഇൻറ്റു
10⁻13 ഏറ്റവും കൂടെ എത്ര കിട്ടും? 10⁻21 എന്ന് വരും. ഇൻറ്റു 10⁻34 is equal to 1 divided by 6.6 into ഇത് എത്ര കിട്ടും? 34ന്ന് 21 പോകണം. 34ന്ന് 21 പോയാൽ 13 അല്ലെ? അപ്പൊ 10⁻13 കിട്ടും. 1 divided by 6.6 into എത്രയെന്ന് കിട്ടൂടാ? 10⁻13 എന്ന് എഴുതാം. 1 divided by 6.6 എന്ന് എഴുതാൻ എനിക്ക് എങ്ങനെ എഴുതാം? 10 divided by 6.6 into 10⁻12 എന്ന് എഴുതാം. 10 divided by 6.6 എന്ന് പറയുമ്പോൾ എത്രയാ? 1 point സംതിങ് കിട്ടും. അപ്പൊ ഇതിന് 1 point സംതിങ് ഉള്ള ഒരൊറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. 51 into എന്തെന്ന് എഴുതാം? 10 square per second എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പം എത്ര ഫോട്ടോൺസാ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ 1 cm² യൂണിറ്റ് ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 1.51 into 10⁻12 ഫോട്ടോൺസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള 1% എന്ന് പറഞ്ഞിട്ടുള്ളത് 1/100 എന്ന് എടുക്കണം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്തിട്ട് വേറൊരു ആൻസർ കിട്ടിയതിനെ ഇല്ലാത്ത അത് നമുക്ക് നെഗറ്റീവ് മാർക്ക് അങ്ങനെ. അപ്പൊ 1% എന്ത് ചെയ്യണം? ഇവിടെ നോട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ 3 is റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? The kinetic energy of electron is E. Kinetic energy, ഇലക്ട്രോണിന്റെ kinetic energy എത്രയാണ്? E ആണ്. When the incident wavelength is lambda, ലാംഡയാണ് ഇൻസിഡന്റ് വേവ്ലെങ്ത് എങ്കിൽ. To increase the kinetic energy of electron to 2E, kinetic energy എത്രയാക്കണം? 2E ആക്കണം. ഇത് ഇൻസിഡന്റ് വേവ്ലെങ്ത് must be. എങ്കിൽ അപ്പോഴുള്ള ഇൻസിഡന്റ് വേവ്ലെങ്ത് എത്രയാണെന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഫസ്റ്റ് കേസിൽ നമുക്ക് എഴുതാം E is equal to എന്താണ്? hc/λ minus phi എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് കേസിൽ എനിക്ക് എങ്ങനെ എഴുതാം? 2E is equal to hc/λ minus phi എന്ന് എഴുതാം. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ലാംഡ ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് ഫൈക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കുക. ഈ ഇക്വേഷനിൽ നിന്ന് ഫൈക്ക് എത്ര ഇട്ട് വിടാം? hc/λ minus p എന്ന് കിട്ടും. അതെടുത്ത് ഈ ഇക്വേഷനെ ഇട്ട് കൊടുക്കാം. അപ്പൊ 2E is equal to hc/λ1 മൈനസ് എന്ത് കിട്ടും? hc/λ minus p എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2E is equal to hc/λ1 hc/λ dash മൈനസ് hc/λ പ്ലസ് ഇ എന്ന് വരും. ഈ ഇപ്പുറത്ത് വരുമ്പോൾ E is equal to എന്ത് കിട്ടും? hc/λ dash മൈനസ് hc/λ എന്ന് വരും. ഇവിടെ നിന്ന് എന്ത് കിട്ടും? hc/λ dash is equal to E plus hc/λ എന്ന് വരും. ദാറ്റ് ഈസ് hc/λ dash is equal to എന്ത് വരും? E ലാംഡ പ്ലസ് hc ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് വരും. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഡാഷ് ഡിവൈഡ് ബൈ hc is equal to ലാംഡ ഡിവൈഡഡ് ബൈ E ലാംഡ പ്ലസ് hc എന്ന് വരും. ഫ്രം ദെയർ ലാംഡ ഡാഷ് is equal to hc ലാംഡ ഡിവൈഡഡ് ബൈ എന്ത് വരും? E ലാംഡ പ്ലസ് hc എന്ന് വരും. ഓക്കെ അല്ലേ? hc ലാംഡ ഡിവൈഡ് ബൈ E ലാംഡ പ്ലസ് hc. അപ്പൊ പറഞ്ഞ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 3 is our റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പം കൈനറ്റിക് എനർജി 2E ആക്കണമെങ്കിൽ ലാംഡ ഡാഷ് എത്ര കൂടണം? ഇത്രയും ഒരു വാല്യൂ കൂട്ടണം. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 21. In photoelectric effect, match column 1 with column 2. Column 1 ഉം column 2 മാച്ച് ചെയ്യാനാ ക്വസ്റ്റ്യൻ. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസസ്. ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടിയാൽ എന്ത് ചെയ്യോടാ? സാച്ചുറേഷൻ കറണ്ട് കൂടും. കാരണം ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണൽ അല്ല? ഫോട്ടോ കറണ്ട് പ്രൊപ്പോർഷണൽ. അപ്പൊ സാച്ചുറേഷൻ കറണ്ട് കൂടും. അപ്പൊ എ എന്ത് വരും? AP എന്ന് വരും. ഇനി ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഇൻക്രീസസ്. ഫ്രീക്വൻസി ആരെയാണ് ഡിപെൻഡ് ചെയ്യുന്നത്? കൈനറ്റിക് എനർജിയാ. ഫ്രീക്വൻസി കൂട്ടിയ കൈനറ്റിക് എനർജി മാക്സിമം കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൂടും. അപ്പൊ B ഏത് വരുവാ? VQ എന്ന് വരും. ഇനി ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിക്രീസസ്. അതായത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറച്ചു. അപ്പൊ സാച്ചുറേഷൻ കറണ്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ C ഏത് വരും? S എന്ന് വരും. ഇനി ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഡിക്രീസസ്. ഫ്രീക്വൻസി കുറച്ചു. ഫ്രീക്വൻസി കുറച്ചാൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൈനറ്റിക് എനർജിയും കുറയും. അപ്പൊ D ഏത് വരും? DR എന്ന് വരും. അപ്പൊ AP BQ CS DR എന്ന് വരും. ഏത് വരും? ഓപ്ഷൻ 2 is our റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. An electromagnetic wave of wavelength lambda is incident on a photosensitive surface of negligible work function. If m mass is of photoelectron emitted from the surface as de Broglie wavelength lambda d, then. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആദ്യം എന്ത് എഴുതാം? നമ്മുടെ കൈനറ്റിക് എനർജി ഇക്വേഷൻ വെച്ച് എഴുതാം. അതായത് ഐൻസ്റ്റീൻ ഇക്വേഷൻ വെച്ച് എഴുതാം. ഐൻസ്റ്റീൻ ഇക്വേഷൻ വെച്ച് എന്തോ പറയുന്നത് ചിന്തിച്ചു നോക്കി. ഐൻസ്റ്റീൻ ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാം hc/λ is equal to എന്താണ്? K max
പ്ലസ് 50 എന്നല്ലേ പറയുന്നത്? അതെ. ഇവിടെ 5 എന്താണ്? നെഗ്ലിജിബിൾ ആണെന്ന് കണ്ടിട്ടുണ്ട്. നെഗ്ലിജിബിൾ വർക്ക് ഫംഗ്ഷൻ എന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ കെ മാക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ നൈസ്ക്യൂ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വഴി h(c/λ) എന്ന് കിട്ടും. ഇനി ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷനാ പറയുന്നത്. ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷനിൽ ലാംഡ ഡി ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? കൈനറ്റിക് എനർജി തമ്മിലുള്ള റിലേഷൻ h/√2m k ആണ് അല്ലെ? √2m k മാക്സ് ആണ്. ഇവിടെ നിന്ന് കെ മാക്സ് എന്ന് എഴുതാം. ഇവിടെ നിന്ന് എനിക്ക് എന്താ ലാംഡ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? h²/2m k മാക്സ് എന്ന് കിട്ടും. ഇവിടെ നിന്ന് കെ മാക്സ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? കെ മാക്സ് ഈസ് ഈക്വൽ ടു h²/2m ലാംഡ ഡി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി രണ്ട് കെ മാക്സും തമ്മിൽ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? h(c/λ) ഈസ് ഈക്വൽ ടു h²/2m ലാംഡ ഡി സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നിന്ന് ഒരു h വെച്ച് എന്ത് ചെയ്യടാ? വെട്ടിക്കളയാം. ഇവിടെ നിന്ന് 2m ലാംഡ ഡി സ്ക്വയർ ഇൻറ്റു സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? h ലാംഡ എന്ന് കിട്ടും. എനിക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്? ലാംഡയും ലാംഡ ഡിയും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിന്ന് എനിക്ക് ലാംഡ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ലാംഡ ഈസ് ഈക്വൽ ടു 2m ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ടടാ? ഒരു സി ഇല്ലേ? ആ സി എന്ത് ചെയ്യും? 2m ലാംഡ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു h. ഓക്കെ, അപ്പം 2m എന്ത് കിട്ടും? ഡിവൈഡഡ് ബൈ 2m ഡിവൈഡഡ് ബൈ h ഇൻറ്റു ലാംഡ ഡി സ്ക്വയർ എന്ത് വരും? സി എന്ന് വരും അല്ലേ? അതായത് ലാംഡ ഈസ് ഈക്വൽ ടു h ഇങ്ങി താഴെ വരും. അപ്പൊ 2m ലാംഡ ഡി സ്ക്വയർ സി ഡിവൈഡഡ് ബൈ h എന്ന് വരും. ഇവിടുന്ന് ലാംഡ ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? 2mc ഡിവൈഡ് ബൈ h ഇൻറ്റു ലാംഡ ഡി സ്ക്വയർ എന്ന് വരും. 2mc ഡിവൈഡ് ബൈ h ഇൻറ്റു ലാംഡ ഡി സ്ക്വയർ എന്ന് വരും. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഏതാടാ? ഓപ്ഷൻ 2 ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 23. In the graph which shows the variation of the de Broglie wavelength lambda of a particle with associated with momentum p is. അതായത് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ലാംഡയും പിയും തമ്മിലുള്ള റിലേഷന്റെ ഗ്രാഫ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഡി ബ്രോഗ്ലിയുടെ ഹൈപ്പോത്തസിസ് അനുസരിച്ച് ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ്. അവിടുന്ന് ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? പി ആണ്. അപ്പൊ ലാംഡയും പിയും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചാൽ എങ്ങനെ എഴുതാം? ലാംഡയും പിയും തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെ ആയിരിക്കടാ? ഇങ്ങനെ ആയിരിക്കും. ഈ ഒരു ഷേപ്പ് ആയിരിക്കും അല്ലേ? അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞു? ഓപ്ഷൻ 1 ഈസ് അവർ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 24. In the relation between the stopping potential V0 of a metal and the maximum velocity V of the photoelectron is. അപ്പൊ നമുക്കറിയാം ഈ V0 നമ്മൾ എന്ത് എഴുതുന്നത്? ഹാഫ് എം വി മാക്സ് സ്ക്വയർ എന്ന് എഴുതുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടുന്ന് V0യും എന്താ മാക്സിമം വെലോസിറ്റി V ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ V0 ഈസിക്കൽ ടു എനിക്ക് എന്ത് പറയാം? ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതും. ഈ V0യും വിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ V0 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? വി സ്ക്വയർ ആണ്. ഇതല്ലേ ഇവര് തമ്മിലുള്ള റിലേഷൻ. അതെ, ആൻസർ ചെയ്ത് വരും. ഓപ്ഷൻ 2 ഈസ് അവർ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 25. The threshold frequency for photoelectric effect on sodium corresponds to a wavelength of 5000 angstrom is. അപ്പൊ വേവ്ലെങ്ത് തന്നിട്ടുണ്ട് 5000 angstrom. എങ്കിൽ വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ 5 ഈസ് ഈക്വൽ ടു എന്താണ്? h(c/λ0) ആണ്. ഇവിടെ h എത്രയാണ്? 6.6 ഇൻറ്റു 10⁻⁻34 ആണ്. സിയുടെ വാല്യൂ എത്ര കിട്ടും? 3 ഇൻറ്റു 10⁸8 കിട്ടും. ഡിവൈഡഡ് ബൈ λ0 എത്രയാണ്? 5000 angstrom ആണ്. അപ്പൊ 5000 ഇൻറ്റു 10⁻10. 6.6 ഇൻറ്റു 3 എത്ര ഇടാ? 20 എന്ന് എഴുതാം. 20 ഇൻറ്റു 10⁻26 ഡിവൈഡഡ് ബൈ എത്രയെന്ന് കിട്ടുവാടാ? 5000 ഇൻറ്റു 10⁻10. അതിനെ 5 ഇൻറ്റു 10⁻7 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് രണ്ടും കൂടെ കിട്ടുമ്പോൾ 4 കിട്ടും. അപ്പൊ 4 ഇൻറ്റു എത്ര കിട്ടും? 10⁻7 മുകളിൽ ചെല്ലുമ്പോൾ 10⁻7 എന്നാവും. 10⁻7 എത്ര ആവും? 10⁻7 ആവും. അപ്പൊ 10⁻26 പ്ലസ് 7 എത്ര വരും? 10⁻19 എന്ന് വരും. അപ്പൊ ആൻസർ എത്ര കിട്ടി? 4 ഇൻറ്റു 10⁻19 ജൂൾ ആണ് കിട്ടി. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഇതല്ലാതെ ചെയ്യാം. ഇതിനെ ആദ്യം h(c/λ0ക്ക് h(c)ക്ക് 12400 ഡിവൈഡ് ബൈ λ0 ആംസ്റ്റർ ഇട്ട് കൊടുത്താൽ ഇലക്ട്രോൺ വോൾട്ട് ഇത്ര ഇലക്ട്രോൺ വോൾട്ട് എന്നൊരു ആൻസർ കിട്ടും. അതിനെ 1.6 ഇൻറ്റു 10⁻90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് വർക്ക് ഫംഗ്ഷൻ ജൂളിൽ കിട്ടുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ ഇലക്ട്രോൺ വോൾട്ടിൽ ചോദിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ ഓപ്ഷൻ നോക്കണം. ഇതിപ്പോ ജൂളിലാണ് നമ്മൾ ഇങ്ങനെ കിട്ടും. ഇലക്ട്രോൺ വോൾട്ടിൽ ചോദിച്ചിരുന്നെങ്കിൽ ഡയറക്റ്റ് ഈ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? ഉപയോഗിച്ചാൽ മതിയായി. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 26.
x dash and y dash shows variation of the stopping potential V0 with the frequency f of incident light for metal x and metal y respectively. If phi x and phi y are the work functions for the two metals, then phi x ഉം phi y ആണ് എന്ത് ഈ രണ്ട് മെറ്റൽസിനെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എങ്കിൽ ഇതിൽ ഏത് റിലേഷനാ കറക്റ്റ് എന്ന ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ആർക്കാണ് കൂടുതൽ? ഫ്രീക്വൻസി ആർക്കായിരിക്കും? നമ്മുടെ വൈക്കാണ് കൂടുതൽ. ഒരു ഗിവൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൽ ഫ്രീക്വൻസി ആർക്കായിരിക്കും ഇവിടെ കൂടുതൽ? വൈക്കായിരിക്കും കൂടുതൽ. ഫ്രീക്വൻസി വൈക്ക് കൂടുതലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ ആർക്കായിരിക്കും കൂടുതൽ? വൈക്കായിരിക്കും. അപ്പൊ ഫൈ വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഫൈ എക്സ് എന്ന് വരും. അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞു? ഓപ്ഷൻ 4 is our right answer. Okay അല്ലേ? Okay. Next question. Question number 27. In a photoelectric experiment, the stopping potential for a given metal is found to be V0 watt. Then radiation of wavelength lambda 0 is used. If radiation of wavelength 2 lambda 0 is used with the same metal, then the stopping potential will be. Lambda 0 use ചെയ്യുമ്പോൾ stopping potential V0 ആണ്. എങ്കിൽ 2 lambda 0 use ചെയ്യുമ്പോൾ stopping potential എത്രയാവുമെന്നാണ്. അപ്പൊ ഫസ്റ്റ് കേസ് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം എച്ച് സി ബൈ ലാംഡ സീറോ ഈസ് ഈക്വൽ ടു ഇ വി സീറോ പ്ലസ് ഫൈ. ഓക്കെ അല്ലേ? ഇനി 2 ലാംഡ സീറോ ആവുമ്പോൾ അപ്പൊ എങ്ങനെ എഴുതാം? എച്ച് സി ബൈ 2 ലാംഡ സീറോ ഈസ് ഈക്വൽ ടു എന്തിട്ടും ഇ വി, അപ്പോൾ ഉള്ള വി ആണ് കണ്ടുപിടിക്കേണ്ടത്, പ്ലസ് ഫൈ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ട് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഇതിനെ എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. ഇത് 2 ഇത് 1. നമുക്ക് 1 മൈനസ് 2 എടുക്കാം. 1 മൈനസ് 2 എടുക്കുമ്പോൾ എന്ത് വരും? എച്ച് സി ബൈ ലാംഡ മൈനസ് എച്ച് സി ബൈ 2 ഇവിടെ ലാംഡ സീറോ എച്ച് സി ബൈ 2 ലാംഡ സീറോ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇ വി സീറോ മൈനസ് ഇ വി എന്ന് കിട്ടും. 5 ക്യാൻസൽ ആയി പോ. ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ രണ്ടിടത്തൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടോടാ? 2 എച്ച് സി മൈനസ് എച്ച് സി എന്ന് കിട്ടും. അപ്പൊ എച്ച് സി ഡിവൈഡ് ബൈ 2 ലാംഡ സീറോ ഈസ് ഈക്വൽ ടു ഈ കോമൺ എടുക്കാം. ഈ കോമൺ എടുക്കണ്ട, വിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇ വി സീറോ മൈനസ് ഇ വി എന്ന് കിട്ടും. ഇവിടുന്ന് ഇ വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇ വി സീറോ മൈനസ് എച്ച് സി ഡിവൈഡ് ബൈ 2 ലാംഡ സീറോ എന്ന് കിട്ടും. ഇവിടുന്ന് വി ഈസ് ഈക്വൽ ടു രണ്ടിടത്ത് ഇ കൊണ്ടും ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്താവും? ഇയും ക്യാൻസൽ ആയിപ്പോയിട്ട് വി സീറോ എന്ന് കിട്ടും. മൈനസ് എച്ച് സി ഡിവൈഡ് ബൈ 2 ഇ ലാംഡ സീറോ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ആൻസർ ചെയ്ത് വരും പറഞ്ഞേ ഓപ്ഷൻ 3 is our right answer. Next question. Question number 28. Which of the following option is not correct? തന്നിട്ടുള്ളതിൽ കറക്റ്റ് അല്ലാത്ത ഓപ്ഷൻ ഏതാണ് ക്വസ്റ്റ്യൻ. വർക്ക് ഫംഗ്ഷൻ വേരീസ് ഫോർ മെറ്റൽ ടു മെറ്റൽ. കറക്റ്റ് ആണ്. വെൻ അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് ഇൻക്രീസസ് വർക്ക് ഫംഗ്ഷൻ ഡിക്രീസസ്. അതും കറക്റ്റ് ആണ്. അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് വർക്ക് ഫംഗ്ഷൻ കുറയാണ്. വെൻ ദി ടെമ്പറേച്ചർ ഓഫ് മെറ്റൽ ഇൻക്രീസസ് ദി വർക്ക് ഫംഗ്ഷൻ ആൾസോ ഇൻക്രീസസ്. ആണോ? അല്ല. ടെമ്പറേച്ചർ ഓഫ് മെറ്റൽ, ഒരു മെറ്റലിന്റെ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യൂടെ? വർക്ക് ഫംഗ്ഷൻ ഡിക്രീസസ് ആണ് വരേണ്ടത്. ഓക്കെ അല്ലേ? ഇനി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻസ് ഓൺ ഇൻസിഡന്റ് ഫ്രീക്വൻസിയാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡിങ്. ഇതും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 is our right answer. ഡിക്രീസസ് എന്നതിന് എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 29. A radiation of energy 3 into 10 raised to 4 joule falls normally on a good reflecting surface. ഇനി മൊമെന്റം ട്രാൻസ്ഫർ ടു ദ സർഫസ് ഈസ്, അതായത് ഒരു റേഡിയേഷൻ ഉണ്ട്, അതിന്റെ എനർജി എത്രയാണ്? 3 into 10 raised to 4 ജൂൾ ആണ്. അതെന്ത് ചെയ്യുന്നു? ഫാൾസ് നോർമലി പെർപെൻഡിക്കുലർ തന്നെ ഒരു ഗുഡ് റിഫ്ലക്റ്റിംഗ് സർഫസിൽ വന്ന് വീഴുന്നു. എങ്കിൽ മൊമെന്റം ട്രാൻസ്ഫേർഡ് എത്രയാണ്? മൊമെന്റം ട്രാൻസ്ഫേർഡ് പി ഈക്വൽ ടു എന്താ ഇക്വേഷൻ? 2E by c ആണ്. എന്താണ്? റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. അപ്പൊ 2E by c ആണ്. അപ്പൊ 2 into E എത്രയാണ്? 3 into 10 raised to 4 ഡിവൈഡഡ് ബൈ സിയുടെ വാല്യൂ എത്രയാണ്? 3 into 10 raised to 8. ഇവിടെ 3യും 3യും ക്യാൻസൽ ആയി പോകും. 10 raised to 8 10 raised to 4 മറ്റേ ഇവിടെ 10 raised to 4 വരും. ഇത് എത്ര കിട്ടൂടാ? 2 into 10 raised to minus 4 എന്ന് കിട്ടും. മൊമെന്റം ട്രാൻസ്ഫേർഡ് എത്ര കിട്ടാം? 2 into 10 raised to minus 4 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ 2 is our right answer. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 30. The stopping potential of most energetic photoelectrons emitted from a metal becomes 3 times of its initial value when the wavelength of incident radiation is reduced from lambda 1 to lambda 2. Wavelength എന്ത് ചെയ്യുന്നു? lambda 1 നിന്ന് lambda 2 റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാണ്? ഇനിഷ്യൽ വാല്യൂവിന്റെ 3 ടൈംസ് ആവും. അതായത് ഇനിഷ്യലി വി ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എങ്കിൽ ഇപ്പൊ എത്രയാവുന്നു? 3V ആകുന്നു. അത് എപ്പോഴാണ്? lambda 1 നിന്ന് lambda 2 റെഡ്യൂസ് ചെയ്യുമ്പോഴാണ്. നമുക്ക് രണ്ട് കേസിലെ ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതി നോക്കാം. ഫസ്റ്റ് കേസ് എഴുതുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? എച്ച് സി ബൈ ലാംഡ 1 ഈസ് ഈക്വൽ ടു ഇ വി പ്ലസ് ഫൈ സീറോ എന്ന് എഴുതാം.
സെക്കൻഡ് കേസ് എഴുതുവാണെങ്കിലോ എച്ച് സി ബൈ ലാംഡ ടു ഇസിക്കൽ ടു അവിടെ 3 വോൾട്ട് അല്ലേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പൊ 3E ഇൻറ്റു 3V എന്ന് വരും. 3EV പ്ലസ് 50 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് 50 ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് സി ലാംഡ 1 ലാംഡ 2 ഉള്ളൂ. EV ഒന്നും ഇല്ല. അപ്പൊ ഈ രണ്ട് ഇതിൽ നിന്നും ഇക്വേഷനിൽ നിന്ന് EV എന്ത് ചെയ്യണം? നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയണം. അതിന് ഈ ഇക്വേഷൻ ഇതിപ്പോ ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷൻ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എത്ര വരും? 3HC ബൈ ലാംഡ 1 മൈനസ് ഈസിക്കൽ ടു 3EV പ്ലസ് 350 എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3 മൈനസ് 2 എടുക്കാം. 3 മൈനസ് 2 എടുക്കുമ്പോൾ 3HC ഡിവൈഡ് ബൈ ലാംഡ 1 മൈനസ് HC ഡിവൈഡ് ബൈ ലാംഡ 2 ഈസിക്കൽ ടു 3EV വെട്ടിപ്പോ 350 മൈനസ് 50 എത്ര കിട്ടും? 250 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് HC നമുക്ക് കോമൺ എടുത്താൽ HC ഇൻറ്റു എന്ത് വരും? 3 ബൈ ലാംഡ 1 മൈനസ് 1 ബൈ ലാംഡ 2 ഈസിക്കൽ ടു 250 എന്ന് വരും. ഓക്കെ അല്ലേടാ? ഓക്കെ. ഇവിടെ നിന്ന് 50 ഈസിക്കൽ ടു എന്ത് വരും? HC ബൈ 2 ഇൻറ്റു 3 ഡിവൈഡ് ബൈ ലാംഡ 1 മൈനസ് 1 ഡിവൈഡ് ബൈ ലാംഡ 2 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ നിന്ന് HC ബൈ 2 ഇൻറ്റു 3 ലാംഡ 2 ക്രോസ് മൾട്ടിപ്ലൈ 3 ലാംഡ 2 മൈനസ് ലാംഡ 1 ഡിവൈഡഡ് ബൈ ലാംഡ 1 ലാംഡ 2 എന്ന് വരും. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാടാ? HC ഡിവൈഡ് ബൈ 2 ലാംഡ 1 ലാംഡ 2 ഇൻറ്റു എന്ത് വരും? 3 ലാംഡ 2 മൈനസ് ലാംഡ 1 എന്ന് വരും. HC ബൈ 2 ലാംഡ 1 ലാംഡ 2 ഇൻറ്റു 3 ലാംഡ 2 മൈനസ് ലാംഡ 1 എന്ന് വരും. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ 3 ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ?